ഫെബ്രുവരി 12 അന്നാണ് ആ സംഘം വീട്ടിലെത്തേണ്ടിയിരുന്നത്. പക്ഷേ അവർ എത്തിയില്ല. ആദ്യം കുടുംബാംഗങ്ങൾ അധികം ഭയപ്പെട്ടില്ല. കാലാവസ്ഥ മോശമായതുകൊണ്ട് വൈകിയതായിരിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിട്ടും ഒരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തിരച്ചിൽ തുടങ്ങി. പിന്നീട് സൈന്യവും ഹെലികോപ്റ്ററുകളും രക്ഷാദൗത്യത്തിൽ പങ്കുചേർന്നു. 5 ദിവസത്തെ തിരച്ചിലിന് ശേഷം അവർ ആ ടെന്റ് കണ്ടെത്തി. പക്ഷേ അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും നടുക്കി. ടെന്റ് ഇപ്പോഴും നിലകൊണ്ടിരുന്നു. അതിനുള്ളിൽ ഭക്ഷണവും ബാഗുകളും ക്യാമറകളും കട്ടിയുള്ള വസ്ത്രങ്ങളും എല്ലാം അതേപടി ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ മാത്രം ഇല്ല. അന്വേഷകർ ടെന്റ് പരിശോധിച്ചപ്പോൾ അവർ ഒരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തി. ടെന്റ് അകത്തു നിന്നാണ് കത്തി കൊണ്ട് കയറിയത്. പിന്നീട് മഞ്ഞിലെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവർ മുന്നോട്ട് നടന്നു. ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു വലിയ ദേവദാരു മരത്തിനടിയിൽ ആദ്യത്തെ 2 മൃതദേഹങ്ങൾ. അവർ തീ കത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവസാന നിമിഷം വരെ ജീവിക്കാൻ പോരാടിയിരുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് മറ്റു 3 മൃതദേഹങ്ങൾ. അവരുടെ ശരീരത്തിൻ്റെ സ്ഥാനം നോക്കിയപ്പോൾ അവർ ടെന്റിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘം കരുതി. പക്ഷേ അവർക്കത് സാധിച്ചില്ല. എന്നാൽ ബാക്കിയുള്ള 4 പേരെ എവിടെയും കണ്ടെത്താനായില്ല. അവർ എവിടെ പോയി? അവരും ജീവനോടെ ഉണ്ടായിരുന്നു. അതോ മഞ്ഞിനടിയിൽ മറ്റൊരു ഭീകര രഹസ്യം ഒളിഞ്ഞിരുന്നോ?